കോൺഗ്രസിൻ്റെ ഒരു വലിയ നേതാവ് ഇവിടെ ഉണ്ടല്ലോ, അതാരാ? കെ സി വേണുഗോപാൽ. നിങ്ങൾക്കറിയാം. അദ്ദേഹമായി ഈ വിഷയം ഈ രീതിയിൽ ഇതുവരെ ഞാൻ പങ്കുവെച്ചിട്ടില്ല. എനിക്കിനി അദ്ദേഹത്തിലെ പ്രതീക്ഷ. അദ്ദേഹമാണല്ലോ ഇന്ത്യയിൽ മുഴുവൻ ഓടി നടന്ന് കോൺഗ്രസ് തന്നെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോട് കൂടി അവസാനിക്കുമെന്ന് പറയുന്ന കോൺഗ്രസ്സിന് 40 സീറ്റിൽ നിന്ന് 200 സീറ്റിലേക്ക് എത്തിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ കഠിനമായ പ്രയത്നമാണ്. ഇന്നും അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുക 24 മണിക്കൂറും. അദ്ദേഹത്തോട് ഈ വിഷയം എനിക്ക് സംസാരിക്കാനുണ്ട്. എനിക്ക് കുറച്ച് എൻ്റെ ഗ്രീവിയൻസ് പറയാനുണ്ട്. മുസ്ലിം ലീഗ് ലീഡർഷിപ്പിന് ഇനി ഒന്നും എന്താ പറയുക, അവർക്ക് ഇത് പുറത്ത് ബോധ്യപ്പെടുത്തില്ല. അവർ പറയേണ്ടതൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ പറയുക, പണ്ട് ഈ പറയുന്നത് പോലെ കെ കരുണാകരനും മാണി സാറും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇതിനൊക്കെ ഒരു ചർച്ചകൾ നടത്തി ഒരു അമിക്കബിൾ സൊല്യൂഷൻ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് കഴിയുന്ന അത്ര ഓടുന്നുണ്ട്, അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒരു ഇതിനൊരു ഐക്യപ്പെടണ്ടേ? എത്ര പാർട്ടിയുണ്ട് UDF ഘടകകക്ഷികളെന്ന് ആലോചിച്ച് നോക്കൂ. ഫോർവേഡ് ബ്ലോക്ക് ഞാൻ പറയണ്ടല്ലോ. ഇപ്പം ഇവിടെ കുന്നമംഗലത്തൊരു എന്താണ് പ്രവാസി കോൺഗ്രസ് എന്ന് പറഞ്ഞു, ഘടകകക്ഷിയാണ്. എന്നൊക്കെ ആർക്കെങ്കിലും അറിയോ? ആ പാർട്ടി കമ്പ്യൂട്ടറിൽ മാത്രമാണ്, ഇത് സോഫ്റ്റ്വെയറിൽ മനുഷ്യന്മാരില്ല. ഘടകകക്ഷിയാണ്. ഇവിടെ 20 കിലോമീറ്റർ ഉള്ളൂ നിലമ്പൂരിൽ നിന്ന് ഗൂഡല്ലൂർക്ക് തമിഴ്നാട്ടിലേക്ക്. അവിടെ ഈ പറയുന്ന കോൺഗ്രസും CPM-ഉം DMK-യും TMC-യും എല്ലാം ഒന്നാണ്. അപ്പം എന്ത് ന്യായമാണ് ഇതിനൊക്കെ? ഓരോ സംസ്ഥാനത്തും നടക്കുന്ന രാഷ്ട്രീയ അലയൻസുകൾ നമുക്കറിയില്ലേ? അപ്പം എന്താണ് ഞാൻ ചെയ്ത കുറ്റം? ഇനി ഞാൻ എന്ത് ചെയ്യണം? ആരെ കാല് പിടിക്കണം ഈ ഗവൺമെൻറ്റിന് താഴെ ഇറക്കാൻ? എനിക്കൊരു ചുക്ക് നിങ്ങൾ തരണ്ട. എൻ്റെ കൂടെ കുറേ മനുഷ്യന്മാരുണ്ട്. അൻവർ നയം വ്യക്തമാക്കട്ടെ എന്ന് പറഞ്ഞാൽ അൻവറിന് ഇനി നയം വ്യക്തമാക്കണമെങ്കിൽ എൻ്റെ പാർട്ടി ലീഡർഷിപ്പുമായിട്ട് ആലോചിക്കണം. എന്നെ വിശ്വസിച്ച് വന്ന കുറേ ആളുകളുണ്ട് ഈ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും. എനിക്കൊരു പാർട്ടിയുണ്ട്, AITC, പാർലമെൻറ്റിലെ 3ാമത്തെ പാർട്ടിയാണ്. 42 MP-മാരുള്ള, 200ഓളം MLA-മാരും മുഖ്യമന്ത്രിയുള്ള. അവരോട് എനിക്ക് സംസാരിക്കണ്ടേ? ഓരോ ദിവസവും അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. UDF മെനിയാന്ന് സ്ഥാനാർത്ഥി അനൗൺസ് ചെയ്ത് കണ്ടിട്ട് അവർ വിളിച്ചു, എന്തായി നമ്മുടെ കാര്യം? നമ്മൾ അണ്ടർ ഡിസ്കഷനിലാണ്, ഇറ്റ്സ് ഗോയിങ് ഓൺ, വി വിൽ ഇൻഫോം യു. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ നാണം കെട്ട ഒരു തീരുമാനത്തിന് പോകണ്ട, യു ഗോ ആൻഡ് ഗിവ് ദ നോമിനേഷൻ, ദീദി വിൽ കം ദർ. TMC ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരും. 10 മന്ത്രിമാരെ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 മിനിസ്റ്റേഴ്സ്, വാട്ട് എവർ MPs യു റിക്വയർഡ്, യു ഗീവ് മീ ദ ഡീറ്റെയിൽസ്. കേരളത്തിൽ പരിചിതമായ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ അതിശക്തമായി സംസാരിക്കുന്ന MP-മാരുണ്ട്. അവർ വരും പ്രചരണത്തിന്. ദേ ആർ റെഡി ടു സപ്പോർട്ട് അസ്. ഇതൊക്കെ നിൽക്കുമ്പോഴും എന്താ അറിയോ, നമ്മൾ ലക്ഷ്യം വെച്ചൊരു സംഗതിയുണ്ട്, ആ ലക്ഷ്യത്തിന് വേണ്ടി നീങ്ങുക. അപ്പം ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ഇനി സംസാരിക്കാനുള്ളത് ബഹുമാനപ്പെട്ട KC വേണുഗോപാലിനോടും കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാർ എന്നെ ബന്ധപ്പെടുന്നുണ്ട്. ഞാനിത് പ്രചരിപ്പിക്കാൻ പോലില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട K സുധാകരൻ മിനിയാന്ന് കണ്ട വിവരം ഞാൻ നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുമ്പോഴാണ് നിങ്ങൾ അറിയുന്നത്. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല നിരന്തരമായി ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഇന്നലെ നോക്കൂ നിങ്ങൾ, കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീണ്, KPCC ജനറൽ സെക്രട്ടറി ജയന്ത്, CMPയുടെ നേതാവ് നമ്മുടെ MVR ഹോസ്പിറ്റലിൻ്റെ ചെയർമാനായ ദാസേട്ടൻ ഇന്നലെ ഇവിടെ വന്നല്ലോ ഉച്ചക്ക്, നിങ്ങൾ കണ്ടതാണല്ലോ. അവർക്ക് എന്തിനാണ് വരുന്നത്? അവർക്ക് എന്താ പറയുക, ആ കോൺഗ്രസിനോടുള്ള സ്നേഹവും വ്യക്തിപരമായി എന്നോടുള്ള ബന്ധവും UDF ഇവിടെ വരണം എന്നുള്ള താല്പര്യത്തിലാണ് വരുന്നത്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? പ്രവീൺ ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ DCC ഓഫീസാണ്. നിങ്ങൾ കണ്ടതാണല്ലോ. നിങ്ങൾ 5-8 കോടി രൂപ കോൺഗ്രസ്സുകാരിൽ നിന്നും ജനങ്ങളിൽ നിന്നും പിരിച്ച് ഇങ്ങനെ ഒരു DCC ഓഫീസ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രൂവ് ചെയ്ത ജനകീയനായ നേതാവാണ്, ജനങ്ങളുടെ ഇടയിൽ ജയിക്കുന്നവനാണ്. ഒപ്പത്തിനൊപ്പം ജയന്തുണ്ട്, KPCC ജനറൽ സെക്രട്ടറി. ഇവരൊക്കെ ഇവർ വന്ന് പോയി നമ്മൾ വല്ലതും പറഞ്ഞോ? അവർ സുഹൃത്ത് സംഭാഷണത്തിൽ വന്ന K മുരളീധരൻ 10 വട്ടം എന്നെ വിളിച്ചിട്ടുണ്ട്. പാവം, നിങ്ങൾ സൈക്കി, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്
അപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഇന്നലെ 2 പ്രാവശ്യം കണ്ടു ഞാൻ. വൈകുന്നേരം വഹാബ് MP യുടെ വീട്ടിൽ വെച്ച് കണ്ടു. പ്രയാസമുണ്ട് അവരിത് പറയുമ്പോൾ നമുക്ക് എന്തു ചെയ്യും? അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട KC വേണുഗോപാലിനെ കൂടി കണ്ട് സംസാരിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ നോക്കും. മുസ്ലിം ലീഗ് ലീഡർഷിപ്പിനോട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു പരിഹാരം മാന്യതയൊന്നും വേണ്ട. നമ്മൾ അഴിച്ചുവിട്ട മുണ്ടും ഷർട്ടൊക്കെ ഉണ്ടല്ലോ, നഗ്നനായി നടക്കാണല്ലോ PV അതൊന്നും ഉടുക്കാൻ. അപ്പോൾ നോക്കാം നമുക്ക്.